നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാം. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഇനി കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങിയില്ലേ, അമ്മമാർക്കൊക്കെ തിരക്കായിരിക്കും, എങ്കിലും തിരക്കൊഴിയുന്ന സമയത്ത് കേൾക്കുക കേട്ടോ. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് സ്നേഹത്തോടു കൂടി ചിന്തിക്കുക. ഞാനും ഇവിടെ പ്രാർത്ഥിച്ച് മന്ത്രം ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജുകളിലേക്ക് പോവാം. ആദ്യം തന്നെ കർദിനാളാണ് വന്നിരിക്കുന്നത്. 7 സോഡ്സ്, 10 കപ്പ് വന്നു, 2 പെൻഡക്കിൾ വന്നു, ഏസ് ഓഫ് കപ്പ് വന്നു, 6 വാണ്ട് വന്നു, 10 വാണ്ട് വന്നു, ഭൂമി വന്നു. ഇനി ഇതിന്ന് ഒരു 3 കാർഡ് എടുക്കാം. 2 കപ്പ് വന്നു, 7 കപ്പ് വന്നു, കപ്പാണല്ലോ കൂടുതൽ അല്ലേ. 4 ഓഫ് സോഡ്സ് വന്നു. പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം. ഇത്രയും നക്ഷത്രങ്ങളാണ് ബ്ലെസ്സിങ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത്. നമ്പറുകൾ 7 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 10 2 തവണ വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 7 2 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 1 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 2 രണ്ടും 2 തവണയാണ് വന്നിരിക്കുന്നത്. 2 തവണ വന്നതെല്ലാം നമുക്കൊരു ഏഞ്ചൽ നമ്പറായിട്ട് കണക്കാക്കാം അല്ലേ. ഇവിടെ കാള വന്നു, പാമ്പ് വന്നു, വെള്ളം വന്നു അല്ലേ. ഗംഗാ ഭഗവതി ഉണ്ട്, നന്ദീശ്വരനുണ്ട്. ഇനി വാസുകിയാണ് ശിവൻ അണിയുന്ന പാമ്പ്. അപ്പം ഞാൻ ശിവൻ എന്താണെന്ന് പറഞ്ഞു തന്നു അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ശിവനെ ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഓം നമശിവായ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഹ്രീം എന്നുകൂടി ചേർത്താൽ, ഓം ഹ്രീം നമശിവായ എന്ന് പറഞ്ഞാൽ ദേവനും ദേവിയായി. അപ്പം നിങ്ങൾ യോഗ ആചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, യോഗ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ചെയ്യാറുണ്ട്. അതിനാണ് കൗളയോഗ എന്ന് പറയുന്നത്. നമ്മളുടെ കുണ്ടലിനി ശക്തി ഉണർത്തുക. അത് ഓരോ സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. അത് ഉണരുമ്പോൾ അത് ദേവിയാണ് എന്നാണ് സങ്കല്പം. പിന്നീട് ഈ സാധകൻ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പായി കയറി അവസാനം സഹസ്രാരപത്മം ഉണർത്തുന്നു. അവിടെ ഉണരുന്നത്, അവിടെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഏകാഗ്രത വേണം, തപസ് തന്നെ വേണം. അത് ഉണരുന്നത് സഹസ്രാരപത്മം എന്ന് പറഞ്ഞാൽ 1000 ഇതളുള്ള താമര. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കുറേ കാലം കഴിയേണ്ടി വരും അല്ലേ, പെട്ടെന്നൊന്നും ആവില്ല. അങ്ങനെ എത്തിയിട്ട് അവിടെ ഉണരുന്നത് ശിവനാണ് എന്നാണ് സങ്കല്പം. അപ്പം ഈ കുണ്ടലിനി ശക്തിയും ശിവനും കൂടി ചേരുന്നതാണ് കൗളയോഗ എന്ന് പറയുന്നത്. അതോടുകൂടി സാധകൻ ഒരുപക്ഷെ പ്രാണായാമം ചെയ്യും. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്ന ആളുകൾ, അത്രയും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ശിവനെ മാത്രമല്ല അവനവൻ്റെ മനസ്സിൽ കണ്ടെത്തുന്നത്, ദേവിയെ കൂടിയാണ്. അപ്പോൾ രണ്ടുപേരും ചേരുന്നതാണ് ഒരു മുഴുവനായ സാധന എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ സിദ്ധിച്ച ആൾക്കാരുണ്ട്. അപ്പം നമ്മളിവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? പ്രണയത്തിൻ്റെ വായനയാണ് അല്ലേ. ഒരാൾ മാത്രമാവുമ്പോൾ അത് മുഴുവനാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴാണ് അത് മുഴുവനാവുന്നത്. അപ്പം ശിവനും ശക്തിയുമാണ് മുഴുവനാക്കുന്നത്. ഇവിടെ അതിനു വേണ്ടിയാണ് നമ്മൾ ആ മന്ത്രം പറഞ്ഞു തന്നത്. മന്ത്രം നിർത്തി എന്ന് പറഞ്ഞു. പക്ഷേ ഈ മന്ത്രമൊക്കെ ഒരാളെ സമീപിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ ജപിക്കാമല്ലോ. നിങ്ങളുടെ സ്നേഹത്തിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഞാനൊരു കൗള പൂജയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പൂജ വേറെ, യോഗ വേറെയാണ് കേട്ടോ. ആ പൂജ, പഞ്ചമകാര പൂജകളെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി അത് കേട്ടിട്ടാണ് അവ പൂജിച്ചിട്ട് നിങ്ങളെ ഒന്നാക്കി തരാമെന്ന് പറയുന്ന ചില ആളുകൾ. അപ്പം ഇത്രയും വിഡ്ഢികളുടെ നടുവിലാണ് നമ്മളിതൊക്കെ പറയുന്നത്. നമ്മൾക്കാണ് അതിൻ്റെ റിസ്ക് അല്ലേ. അവരങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ നാവിലൂടെയാണ് അത് അവർ കേട്ടിട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കൂടി അവരുടെ പാപത്തിൻ്റെ ഒരു പങ്ക് കിട്ടും. അതാണ് എൻ്റെ പേടി. ഞാൻ പറഞ്ഞില്ലേ, മംഗളവസ്തുക്കൾ മലിനമാക്കരുത്. അത് പൂജിച്ചിട്ടായാലും ജപിച്ചിട്ടായാലും മലിനമായി കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ
നെഗറ്റീവ് അനുഭവങ്ങളാണ് വരിക കേട്ടോ. അപ്പം ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ ഹെരഫൻറ്റിലേക്ക് പോവാം. ഹെരഫൻറ്റ് പറയുന്നു ഇരട്ട മുഖമാണെന്ന്. എന്നാൽ ഇവിടെ ആശിക്കുന്നു അൻപുക്കുന്നുള്ള ആളുകളുണ്ട്, കുടുംബമുള്ളവർ പ്രണയിക്കുന്നുണ്ട്. ഇനി 2 ഓപ്ഷൻ ഉള്ളവരുണ്ട്. ഇരട്ട മുഖം 2-3 തവണയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, 2 തവണയായിട്ട് വന്നിട്ടുണ്ട്. ഇരട്ട മുഖമാണ്, 2 സാഹചര്യങ്ങളാണ്. കള്ളത്തരം കാണിക്കുന്നൊരു സ്വഭാവമുണ്ട്, കള്ളം പറയുന്നൊരു സ്വഭാവമുണ്ട്, ആളെ പിടുത്തം കിട്ടില്ല, വഴുതി നീങ്ങുന്നൊരു ടൈപ്പ് ക്യാരക്ടറാണ്. ഹെരഫൻറ്റ് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറയില്ല എന്ന്, പറയുന്നതാണെങ്കിൽ കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്, നിങ്ങളെ സംശയമുള്ളൊരു സ്വഭാവമുണ്ട്, നിങ്ങളെ എപ്പോഴും കളിപ്പിക്കുന്നൊരു സ്വഭാവമുണ്ട്. അവർക്ക് വേണ്ടി സങ്കടപ്പെടുന്നത് ആസ്വദിക്കുന്ന ആളാണ്. അപ്പം സങ്കടപ്പെടുത്താനൊരു താല്പര്യമുള്ള ആളാണ് കേട്ടോ. ഇനി 10 കപ്പ വന്നിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, 2 കുടുംബമുള്ള ആളല്ലേ. അപ്പം നമ്മൾ അതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും വിവാഹം കഴിഞ്ഞ് കുടുംബമായി ഇരിക്കുമ്പോൾ പ്രണയിച്ചവരാവണം എന്നില്ല. 2 ഓപ്ഷൻ ഉള്ളവരുണ്ട്. ഒരാളെ പ്രണയിക്കുന്നുണ്ട്, മറ്റൊരാളോട് ലേശം താല്പര്യമുണ്ട്. അങ്ങനെ ആവുക, കൺഫ്യൂഷൻ ആവുക. ഇതിലേതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്, എൻ്റെ ഉത്തമ പങ്കാളി ആരായിരിക്കും, ഇങ്ങനെ ചില ചെറുപ്പക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവില്ലേ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനത്തെ റീഡിങ് വരുന്നത്. അപ്പം 2 ഓപ്ഷനുള്ള ആളാണ്. നിങ്ങളെ സ്വീകരിച്ചിട്ടുമില്ല, നിരാകരിച്ചിട്ടുമില്ല സിംഗിളാണെങ്കിൽ. കാരണം ഈ വ്യക്തിക്ക് ചില നിർബന്ധ ബുദ്ധികളുണ്ട്. അവരെ അടിമപ്പെടുത്തിയാണ് നിങ്ങളെ കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നത്. ഇത് അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക എന്നല്ല അർത്ഥം. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അവരോട് പറയണം. നിങ്ങൾ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവരെ അറിയിക്കണം. അവരുടെ കൺട്രോളിലാവണം നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ. ഇതുപോലൊരു അടിമപ്പെടുത്തുന്ന സ്വഭാവം, താൻ പോരിമ, അഹങ്കാരം, കൺട്രോൾ ഇഷ്യൂ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പുറത്താവാം ഇപ്പുറത്താവട്ടോ, നിങ്ങളുമാവാം അവരുമാവാം. കള്ളം പറയുന്ന ആളാണ്. പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായി പറയില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് സ്വഭാവമുണ്ട്. അപ്പോൾ എന്നോടെല്ലാം പറയണം, ഞാൻ മുഴുവൻ പറയില്ല എന്നുള്ള മെൻറ്റാലിറ്റി തന്നെ. ആ വ്യക്തി 100% പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്, എല്ലാ തരം നെഗറ്റീവ് സ്വഭാവങ്ങളും അവർക്കുണ്ട്. എന്നാൽ ഇവിടെ മീനം രാശി വന്നതുകൊണ്ട് മനസ്സുകൊണ്ട് അങ്ങ് മുഴുവനായിട്ട് നിങ്ങളെ കളയാൻ സാധിക്കുന്നില്ല. വീട്ടുകാരെ മറ്റൊരു ഓപ്ഷൻ കൊടുത്തു വെച്ചാലും അതിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഏറ്റക്കുറച്ചിൽ പല കാര്യങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഒരാൾ പറയുന്നതല്ല മറ്റേയാൾ കേൾക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് അവരെടുക്കില്ല, അവരിങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാവും. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അടിമപ്പെടുത്തുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കുണ്ട്. ഇവിടെ ആദ്യം തന്നെ ടോറസാണ് നിൽക്കുന്നത് അല്ലേ, പുരുഷൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ചിത്രത്തിൽ സ്ത്രീകളെ കാണിച്ചു എന്നിരിക്കും, ഇവിടെ ചിത്രത്തിൽ അങ്ങനെയല്ല കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 7 ബാൻഡ് എന്ന് പറഞ്ഞൊരു കാർഡ് എടുത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പെണ്ണ് യോഗ ചെയ്യുന്നതാണ്. അതോടുകൂടി ടാരോ റീഡർ പറയുന്നു, ഇതാ നിങ്ങൾ യോഗ ചെയ്യാൻ പറയുന്നു ഗുരുവായൂരപ്പന്. അപ്പോൾ അത് സത്യമാണോ? 7 ബാൻഡ് എന്ന് പറഞ്ഞ അർത്ഥമേ അതല്ല, അവിടെ നിൽക്കുന്ന ആളും അതല്ല, സാറ്റേണാണ് അതിൽ നിൽക്കുന്നത്. ഇനി കൂട്ടിന് മറ്റൊരാളാണ്. അപ്പോൾ അത് മുഴുവൻ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അറിയാത്തവർ കണ്ണി കണ്ടൊക്കെ വിളിച്ച് പറയാമല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് കമൻറ്റ് ഈശ്വര ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞ് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിഡ്ഢികളെ നേരാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. എന്നാൽ നമ്മുടെ റീഡിങ് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ടാരോ റീഡിങ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇത്തിരി മെച്യൂരിറ്റി ഉള്ളവരായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്രം കണ്ടിട്ട് അങ്ങ് അതാ 10 കപ്പുണ്ട്, കുറേ ആൾക്കാർ അമ്മയും അച്ഛനും മക്കളൊക്കെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കുടുംബമാണ് എന്നൊന്നും അല്ല പറയേണ്ടത്. കപ്പെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നിൽക്കുന്ന പ്ലാനറ്റ് എന്താണ്, അതിൻ്റെ സോഡിയക് സൈൻ എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ആയിരിക്കും നിങ്ങളുടെ പങ്കാളി എന്നാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഏകദേശം അതായിരിക്കണം. അപ്പം ഇവിടെ പറയുന്നു ആൾ മുഴുവനായിട്ടും മനസ്സ് വിട്ടതില്ല, നിങ്ങളെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യണം. ചില സമയത്തെങ്കിലും മറ്റൊരു ഓപ്ഷനിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നുമുണ്ട്. അപ്പം കള്ളത്തരം ഒരുപാടുണ്ട്. കള്ളത്തരം പറയുന്ന ആളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പല കാര്യങ്ങളും കള്ളത്തരം പറയുന്നുണ്ട്. അപ്പം ആ വ്യക്തിയെ മുഴുവനായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊരു സൂചന കൂടി ഉണ്ട് ഇവിടെ. സോൾ കണക്ഷനൊക്കെയാണ് പറയുന്ന ചില കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക കേട്ടോ. നിങ്ങളങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളിവിടെ വന്നിരിക്കുന്ന മീനം രാശിയാണ്. അവരില്ലെങ്കിൽ ഞാൻ കരയ്ക്ക് പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പെടഞ്ഞ് മരിക്കുക അല്ലേ, അതുപോലെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അവരങ്ങനെയല്ല, നിങ്ങളെ തരികടയിലൂടെ വശത്താക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് കുടുംബം ഉണ്ടാവും, എന്നിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യായിരിക്കും.
ഇനി അതല്ല, രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ട് നിങ്ങളോട് മിണ്ടാതിരിക്കുകയായിരിക്കും. അവസാനം ആ ഓപ്ഷനിലേക്കാവും അവർ പോകുന്നുണ്ടാവുക. നിങ്ങളെ നൈസായിട്ട് ഒഴിവാക്കും അല്ലേ? ഇതുപോലുള്ള കുറച്ച് കള്ളത്തരങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. കാപ്രിക്കോൺ എനർജി വന്നിരിക്കുന്നത്. ശിവൻ വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു മനുഷ്യനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? നിങ്ങളുടെ പങ്കാളിയാണ് പറയുന്നത്. അപ്പോൾ കള്ളത്തരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ അതില്ല കേട്ടോ. ഇനി അതും ഇതുകൂടി കൂട്ടിക്കുഴക്കരുത്. കള്ളത്തരം ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പങ്കാളിക്ക്. രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കുടുംബമുള്ളവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഭരിക്കുന്ന സ്വഭാവമുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്ന സ്വഭാവമുണ്ട്. കള്ളത്തരം പറയുന്നുണ്ട്, വഞ്ചിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വഞ്ചിക്കാനും തയ്യാറായൊരു വ്യക്തിയാണ്. അവസാന ഘട്ടത്തിൽ സ്വയംവരം പോലെ ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നൊരു അവസ്ഥ വരുമ്പോൾ മറ്റൊരു കഴുത്തിൽ മാലയിടാനും സാധ്യതയുണ്ട്. മനസ്സിലാക്കുക. നിങ്ങൾ വർഷങ്ങളോളം അവർ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ അതും സംഭവിക്കാമെന്നാണ് ഇവിടെ കാപ്രിക്കോൺ പറയുന്നത്. ഡെവിൽ എനർജി. കാരണം നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാവുമ്പോൾ, ഇവിടെ ഓപ്ഷൻ മാത്രമാണെന്ന് 2-3 കാർഡാണ് പറയുന്നത്. എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. നിങ്ങളെ തന്നെ അവർ കല്യാണം കഴിക്കും, നിങ്ങളെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നതെന്ന്. ഇനി സ്നേഹിക്കുന്നവരിലും ഓപ്ഷൻ ഉണ്ടാവാം. 2 കുടുംബമായി ഇരിക്കുന്നവരാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് അവർക്ക് ഭാര്യയല്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ കള്ളത്തരം പറയുന്ന ആളാണല്ലോ, നിങ്ങളെ വഞ്ചിക്കുന്ന ആളാണല്ലോ. ഇവിടെ വിഷമാണല്ലോ വന്നിരിക്കുന്ന സർപ്പം. നിങ്ങളുടെ പോലെ തന്നെ, നിങ്ങളോട് പെരുമാറുന്ന പോലെ തന്നെ മറ്റൊരാളോടും പെരുമാറുന്നുണ്ട് എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരു ഫേക്കായ ആളാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അല്ലേ? ചില ആളുകൾ അങ്ങനെയുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓപ്ഷൻ മാത്രമായി മാറുകയാണ്. അത് ഒരു കാർഡിലല്ല വന്നിരിക്കുന്നത്, ഒരു കാർഡിലേ വന്നിട്ടുള്ളൂ എങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങളെ മാത്രം കാത്തിരിക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പം ഇത് വിവാഹിതരാണ്, കുടുംബമുള്ളവരാണ്, എന്നുള്ള വ്യക്തിയെ മാത്രം കാത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ കുടുംബമുണ്ട്, പങ്കാളിയുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നത്, സ്നേഹിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് ടിൻ ഫ്ലെയിമോ സോൾമേറ്റോ ഒക്കെ ആണെന്ന്. അങ്ങനെ സ്നേഹിക്കുമ്പോഴാവും അവർക്ക് വേറൊരു പഞ്ചാരടി ചുറ്റിക്കളിയൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾ അറിയുന്നത് അല്ലേ? ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുപോലെ ചില ആളുകൾ പെരുമാറുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഓപ്ഷനുകൾ ഉണ്ട്, നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്. അപ്പം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളായി മാറുമ്പോഴാണ് നിങ്ങളുടെ ഈ പ്രണയത്തിൽ വാല്യൂ ഉണ്ടാവും. ഇത് ഓപ്ഷനായി മാറുമ്പോൾ നിങ്ങളിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവാനും സാധ്യതയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. 10 കപ്പ് എന്ന് പറഞ്ഞാൽ കുടുംബമുള്ളവരാണ് എന്നൊരർത്ഥമുണ്ട്, സോൾമേറ്റ് ആണ് എന്നൊരർത്ഥമുണ്ട്. ഇനി പുറത്തൊക്കെ പോകുന്നുണ്ട്, ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത് അവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരിക്കുക കുടുംബമുള്ളവരാണെങ്കിൽ. ഇനി വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. അത് നിങ്ങളെ തന്നെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സിംഗിൾ ആണെങ്കിൽ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കാനും സാധ്യതയുണ്ട്. കാരണം വീട്ടുകാരിവിടെ എതിരായിട്ടാണ് നിൽക്കുന്നത്. അവരാണെങ്കിൽ നിങ്ങളെ ഒരു കൺട്രോൾ ചെയ്യുന്ന, അവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നൊരു പാവയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സ്വീകരിക്കുക നിരാകരിക്കുക എന്നുള്ളതേ ഇവിടെ പറയാൻ പറ്റൂ അല്ലേ? 7 സോഡ്സ് പറയുന്നു, കള്ളത്തരം പറയുന്നുണ്ട്. അത് 10 കപ്പ് പറയുന്നു, പുറത്തൊക്കെ പോകുന്നുണ്ട്, യാത്രകളിലാണ്, സന്തോഷങ്ങളിലാണ്, സെലിബ്രേഷനുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി 2 പെൻറ്റക്കിൾ പറയുന്നു ഓൺ ആൻഡ് ഓഫ് ബന്ധമാണെന്ന്. ചില സമയത്ത് വന്ന് സ്നേഹിച്ചു പോകുന്ന ആളാണ്. ഇനി 2 ഓപ്ഷൻ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറയുന്നു അടഞ്ഞ വാതിലാണെന്ന്, ബ്ലോക്ക് ചെയ്തു പോയവരും ഉണ്ട്. ഇനി പറയുന്നു നിങ്ങളെക്കാൾ തൂക്ക കൂടുതലുള്ള മറ്റൊന്ന് കണ്ടെത്തിയെന്ന് അല്ലേ? ഒന്ന് താഴത്താ നിൽക്കുന്ന തട്ട്, മറ്റൊന്ന് ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ഏതാ സ്വീകരിക്കുക? ഉയർന്ന തട്ടിനെയാണ് അവർ സ്വീകരിക്കൂ. അപ്പം ഇത് പവിത്രമായൊരു പ്രണയമാണ്, ഇത് മുന്നോട്ട് പോകുന്നൊരു പ്രണയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആള് കള്ളം പറയുന്നു എന്ന് വന്നു, നിങ്ങളെ ഭരിക്കുന്ന സ്വഭാവമാണെന്ന് വന്നു, പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നില്ല എന്ന് വന്നു, ഓപ്ഷനുകൾ ധാരാളമുണ്ടെന്ന് വന്നു. കള്ളം പറയുന്നു, ഓപ്ഷനുകളുണ്ട് എന്ന് പറഞ്ഞാൽ അടഞ്ഞ വാതിലുകളാണ് എന്ന് വന്നു, നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദമാണ് എന്ന് വന്നു. അതിന് കാരണം അവരെ ചിലപ്പോഴൊക്കെ നിങ്ങളെ നെഗറ്റീവ് അടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് തന്നെ മനസ്സിലാവുന്നുണ്ട് അവരെന്നെ പറ്റിക്കുന്നുണ്ട്, വഞ്ചിക്കുന്നുണ്ട് എന്ന്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ അവർ സത്യസന്ധമായിട്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന വാക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ചിലരെങ്കിലും കബളിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി വന്നിരിക്കുന്ന 2 കപ്പാണ്. എന്നാൽ യഥാർത്ഥ പ്രണയമുള്ള, കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ചില ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. അവർ വിവാഹത്തിലേക്ക് പോവും. 10 കപ്പും 2 കപ്പും അതാ പറയുന്നത്. വിവാഹ നിശ്ചയം, വിവാഹം എന്ന് പറയുന്നുണ്ട്. തന്നേക്കാൾ മുതിർന്ന പെണ്ണിനെ സ്നേഹിക്കുന്ന പുരുഷനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മുതിർന്ന ആളാണ്, 2 കുടുംബത്തിലിരിക്കുന്ന ആളാണെങ്കിൽ
നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ്? നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്, നിങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, തരികട കാണിക്കുന്നുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ടൂക്കപ്പ് പറയുന്നുണ്ട്. ചൈൽഡിഷ് ബിഹേവിയറും ഉണ്ട്, തരികട കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ കുട്ടികളെ പോലെയുള്ള പ്രണയമാണോ, കുറച്ച് കള്ളത്തരമുള്ള പ്രണയമാണോ എന്ന് നിങ്ങൾക്ക് അറിയൂ. അവരുടെ കേട്ടോ, നിങ്ങളുടെ അല്ല. ഇനി മറ്റൊന്ന് പറയുന്നത് മുതിർന്ന ലേഡി ആയിരിക്കുമെന്നാണ്. തുടക്കത്തിൽ തന്നെ എൻഡാവേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. നീണ്ടു പോവാത്തൊരു ബന്ധത്തിന് വേണ്ടി 2 കപ്പ് വരും. അപ്പം ഇതിലേതാ നിങ്ങളുടെ ബന്ധം എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇനി വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്പാണ് അല്ലേ, പുതിയ പ്രണയം എന്ന് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന പ്രണയം എന്ന് പറയുന്നത്, ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളുടെ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ നടക്കുന്ന ഒരാൾ പ്രണയിക്കുന്നുണ്ട്, അവരെയാണോ നിങ്ങളെയാണോ എന്നറിയില്ല. പുതിയ പ്രണയത്തിലേക്ക് പോയിട്ടുള്ള പങ്കാളികളുണ്ട്. ഓപ്ഷൻ മാത്രമാണല്ലോ നിങ്ങൾ. അപ്പം നിന്നെ മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിന്നെ മാത്രമാണ് എനിക്ക് വേണ്ടതെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്. ജീവൻ കളയുന്ന ഒരു പ്രണയമല്ല, പ്രാക്ടിക്കലായൊരു പ്രണയമാണ് എനിക്ക് ഇന്നിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേത് ജീവൻ കളയുന്ന ഒരു പ്രണയമാണ്. നിങ്ങൾക്ക് അവർ കുറച്ചങ്ങ് മാറി നിൽക്കുമ്പോഴേക്കും, ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും 4 ഓഫ് സോഡ്സ് പോലെയാണ്. പിന്നെ ഉറക്കമില്ല, ആലോചനയാണ്. ഇനി ചില ദമ്പതികൾ പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. കോടതി നിയമപ്രകാരം പിരിയാൻ തീരുമാനിച്ചവർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെഗറ്റീവായ കാർഡുകളാണ് വന്നിരിക്കുന്നത്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ദാമ്പത്യമാണ് അല്ലേ. ഇവിടെ കുറച്ച് നെഗറ്റീവായിട്ടാണ് 7ാം ഭാവം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ദമ്പതികളാണെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്, പിരിയാൻ നിൽക്കുന്നുണ്ട്. ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ കള്ളത്തരമുണ്ട്. ഇനി 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിൽ ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ. അവർക്ക് ഇതുപോലുള്ള ധാരാളം ബന്ധങ്ങളുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും വേറൊരു ബന്ധം ഉണ്ടായാൽ പോരെ. ഇനി 6 വേണ്ടാണ്, കുറച്ച് പിടിവാശിയുണ്ട്. ദുശാഠ്യം എന്നറിയുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് ശാഠ്യം പിടിക്കുന്ന ആളാണ് നിങ്ങളുടെ പങ്കാളി. ഇനി അടക്കി ഭരിക്കുന്ന, അടിമപ്പെടുത്തി ഭരിക്കുന്ന ഒരു സ്വഭാവം എന്നറിയുന്നത്. അപ്പം നിങ്ങളെപ്പോഴും അടിമയെ പോലെ നിൽക്കണം. അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കണം, എന്നാൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കില്ല. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പ്രണയം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതിനവരെന്തെങ്കിലും മുടന്തന്യായം പറയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ശിവൻ വന്നു എങ്കിലും പ്രണയിക്കുന്ന ആൾക്ക് കുറച്ച് കള്ളത്തരം ഉണ്ടെന്നും നിങ്ങൾ വെറും ഓപ്ഷൻ മാത്രമാണെന്നുമാണ് കാണിച്ചു തരുന്നത്. ഇനി വന്നിരിക്കുന്നത് ഒരു ഭാരം നിങ്ങളുടെ തലയിൽ വെച്ച പോലെയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രണയം മുന്നോട്ട് പോകണോ? ഒരു ചുമട് താങ്ങിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതങ്ങ് ഇറക്കി വെച്ചൂടെ? അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലാത്തൊരു ബന്ധമാണെങ്കിൽ, മനസ്സിന് സമാധാനം തരാത്തൊരു ബന്ധമാണെങ്കിൽ അതിങ്ങനെ ഭാരമായി ചുമന്ന് മുന്നോട്ടേക്ക് പോകണ്ട എന്നാണ് ഇന്നിവിടെ 10 വാണ്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കുറച്ച് കള്ളത്തരമുള്ള, മറ്റു ഓപ്ഷനുകളുള്ള, നിങ്ങളെ അത്രയ്ക്കൊന്നും ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ആരുടെയോ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇനി മെസ്സേജുകൾ വരാനുണ്ടാവും. അപ്പോൾ ഇവിടെ കിട്ടുന്ന എനർജികൾ ഞാൻ പറയുകയാണ്. ഇനി ഭൂമിയാണ് വന്നിരിക്കുന്നത്. അവരെപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷത്തിനെ തന്നെയാണ്. വിഷമാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. കുറച്ച് കള്ളത്തരവും തരികടയൊക്കെ കാണിച്ച് കാളിയൻ അല്ലെങ്കിൽ പെസഡോണാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല പേരിലും ഞാൻ പറയുന്നേ ഉള്ളൂ, അതിനൊക്കെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. പാമ്പ്, അത്രേ ഉള്ളൂ. പാമ്പെന്ന് പറഞ്ഞാൽ ഫിസിക്കലായ താല്പര്യം മാത്രമുള്ളവർ, അല്ലെങ്കിൽ പാമ്പ് പറയുന്നത്, അല്ലെങ്കിൽ ആ രൂപത്തിലൊരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കൊരു രൂപാന്തരം വേണമെന്നാണ്. നിങ്ങളിങ്ങനെ അന്ധമായി സ്നേഹിക്കുന്ന വ്യക്തിക്ക് പലതരം നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ട്. അത്തരം ഒരു ക്യാരക്ടറാണ് അയാൾ. അപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു ചുമടാണ് ഈ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്നത്. അത് ഇറക്കി വയ്ക്കാൻ കഴിയുന്നില്ല. എപ്പോഴും മനസ്സിന് ഭാരമാണ്, സമാധാനം ഇല്ലായ്മയാണ്, സ്നേഹം കിട്ടുന്നില്ല, അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഈഗോയാണ്, ജലസാണ് അല്ലേ, പൊസസീവായൊരു പ്രണയമാണ് കാണിച്ചു തന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ 10 വാണ്ട് പറയുന്നത്. ഇനി അടുത്തത് ഭൂമി പറയുന്നു, നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷത്തിനെയാണ്, സ്കോർപിയോനെയാണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊന്ന് മനസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് ഇന്നിവിടെ ഭൂമി പറയുന്നത്. നിങ്ങൾക്ക് ഈ ചുറ്റും പോസിറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് പോലും പ്രശ്നമാണ്. അതാണ് 10 വാണ്ട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക. അവരെ ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതാണെങ്കിൽ, സത്യമുള്ള പ്രണയമാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് പോവും. അങ്ങനെയുള്ള ആൾക്കാരും ഇവിടെ കണ്ടു. അപ്പം നിങ്ങൾ ഈ പ്രണയം തുടരണോ വേണ്ടേ എന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങൾക്കറിയാലേ നിങ്ങളുടെ പങ്കാളി എന്തൊക്കെ കള്ളത്തരം കാണിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ എന്നെ യഥാർത്ഥത്തിലല്ല സ്നേഹിക്കുന്ന, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായവർ ഇത് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പേര് കേട്ട ഒരാൾ, ആ ആളുടെ പേര് ഞാൻ പിന്നീട് പറയാം. ഒരു നർത്തകിയെ കണ്ട് ഭ്രമിച്ചു, മോഹിച്ചു. സ്വന്തം ഭാര്യയുണ്ട്, അവരോട് സ്നേഹം കുറഞ്ഞു. ഇയാൾക്ക് ഊണില്ല, ഉറക്കമില്ല, ഏത് നേരം ഈ ഡാൻസുകാരുടെ രൂപമാണ് മനസ്സിൽ. അങ്ങനെ പെരുമഴയായി. ഒരു ആറിൻ്റെ കരയിലാണ് ഇവരുടെ ഇല്ലം. പെരുമഴയാണ്. അപ്പം കടത്തുകാരനോട് പറഞ്ഞു, അക്കരെയാണ് നർത്തകിയുടെ വീട്, എന്നെ ഒന്ന് അക്കരെ എത്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കടത്തുകാരൻ പറഞ്ഞു, പറ്റില്ല, ഭയങ്കര കുത്തൊഴുക്കാണ്, ഇപ്പം നദിയിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇയാൾക്ക് ഭയങ്കര ഭ്രാന്തായി. ഇയാൾ മുറിയടച്ചിരിക്കുകയാണ്. ഭാര്യ അവിടെ ഉണ്ടോയെന്ന് പോലും അയാൾ അന്വേഷിക്കുന്നില്ല. അയാൾക്ക് ഭാര്യയെ കാണണ്ട, വേണ്ട. അങ്ങനെ ഇയാൾ ആറ്റിലേക്ക് എടുത്ത് ചാടുകയാണ്. പ്രണയത്തിൻ്റെ ആ ഭ്രാന്താണ് ഞാൻ പറയുന്നത്. ആറ്റിലേക്ക് എടുത്ത് ചാടി തുഴയാണ്. അങ്ങനെ തുഴഞ്ഞ് അക്കരെ എത്തി. അക്കരെ എത്തിയപ്പോൾ വലിയ ഉയരത്തിലുള്ള മതിലാണ് ഈ നർത്തകിയുടെ വീടിന് ചുറ്റും. അപ്പോൾ പടിപ്പുര അടച്ചിരിക്കുന്നു. അങ്ങനെ മതിലിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഒരു വള്ളി കണ്ടു. അതിലൂടെ അയാൾ മുകളിലേക്ക് കയറി നർത്തകിയുടെ വീട്ടിലെത്തി വിളിച്ചു. അപ്പം ഇയാൾ നനഞ്ഞു കുതിർന്ന് വന്നിരിക്കുകയാണ്. ഇവരന്തം വിട്ടു. എന്താണ് ഈ കാണിച്ചത്? ഇത്രയ്ക്കൊക്കെ സാഹസം ചെയ്യേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആ സ്ത്രീ പരിതപിക്കുകയാണ്. അങ്ങനെ ഞാനൊരു വള്ളിയിൽ കൂടെയാണ് ഈ മതിലിൽ കയറിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വള്ളി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വിളക്കുമായി ചെന്ന് ആ വള്ളി നോക്കുമ്പോഴാണ് അതൊരു പെരുമ്പാമ്പായിരുന്നു എന്ന് പറയുന്നത്. അതൊന്നും അയാൾക്ക് ഓർമ്മയില്ല, എന്തിനെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന്. അപ്പം മരണം തന്നെയാണ് അയാളെ വിട്ടുമാറി പോയത്. പെരുമ്പാമ്പ് വിഴുങ്ങിയതാണെങ്കിൽ എന്തായിരിക്കും? അത് കഴിഞ്ഞു. അപ്പം ഇവർ ചോദിക്കും, എങ്ങനെയാണ് ഇത്രയും കുത്തൊഴുക്കുള്ള പുഴ നീന്തി കടന്നത് ചോദിക്കുമ്പോൾ, പുഴയിൽ എനിക്കൊരു തടിക്കഷ്ണം കിട്ടി, അതിൽ പിടിച്ചാണ് ഞാൻ ഇക്കരെ എത്തിയതെന്ന് പറയാണ്. അപ്പം അത് നമുക്കൊന്ന് പോയി നോക്കാം, എന്ത് തടിക്കഷ്ണാണെന്ന് എന്ന് പറഞ്ഞ് ഇവർ വിളക്കുമായിട്ട് പുഴക്കരയിൽ ചെന്നപ്പോൾ അത് കിടക്കുന്നത് ഇയാളുടെ ഭാര്യയുടെ ശവമാണ്. അതിൽ പിടിച്ചാണ് ഇയാളെ ഇക്കരെ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് ട്രാജഡിയിലൂടെയാണ് അയാൾ കാമുകിയെ കാണാൻ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതോടുകൂടി അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവുകയാണ്, ഈ പ്രണയം, കാമം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അങ്ങനെ ഭാര്യയുടെ ചിതയൊരുക്കി ആ ചിതയിൽ നിന്ന് ഒരു വിറകുകൊള്ളി എടുത്തിട്ട്, കത്തുന്ന വിറകുകൊള്ളി എടുത്തിട്ട് അവനവൻ്റെ 2 കണ്ണിലേക്കും കുത്തി എന്നാണ് പറയുന്നത്. അതോടുകൂടി അയാൾ അന്ധനായി. അപ്പം അയാൾ ചിന്തിക്കുകയാണ്, ഈ കണ്ണുള്ളത് കൊണ്ടാണ് ഞാൻ മോഹിച്ചത് എന്ന് പറഞ്ഞ് എനിക്കിനി ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് അയാൾ ഭഗവാനിലേക്ക് അർപ്പിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ അയാളുടെ കൂടെ അവസാനമായപ്പോഴേക്കും ഗുരുവായൂരപ്പൻ വന്നു എന്നാണ് പറയുന്നത്. ആ ആളുടെ പേരാണ് വില്യമംഗലം സ്വാമിയാർന്ന് കേട്ടിട്ടില്ലേ, ഗുരുവായൂരപ്പ ഭക്തൻ. അയാളാണ് ഈ യൗവനകാലത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രണയത്തിൻ്റെ ഭ്രാന്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങളിങ്ങനെ ഭ്രാന്തമായി പ്രണയിച്ച് കണ്ണ് കാണാത്തവരുടെ പോലെ സർപ്പത്തിനെ പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അക്കരെ എത്താനുള്ള വള്ളിയാണെന്നാണ്. അപ്പോൾ വള്ളിയിൽ പിടിച്ച് കയറാതിരിക്കുക. അത് പാമ്പാണോ അതോ നല്ലതാണോ എന്ന് ചിന്തിക്കുക കേട്ടോ. ഇത് നെഗറ്റീവായ റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത മെസ്സേജിൽ നല്ലവർക്കുള്ള മെസ്സേജ് ഉണ്ടാവും. ഇത് നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ആ നാമം ജപിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിലോ പ്രണയത്തിലോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെമ്മറീസാണ്, നിങ്ങളുടെ ഓർമ്മകളുണ്ട് അവർക്ക് കേട്ടോ. അല്ല, അവരുടെ ഓർമ്മ നിങ്ങൾക്കുള്ളത്. ഇന്നത്തെ മെസ്സേജിൽ അതാ കണ്ടത്. ട്വിൻ ഫ്ലെയിമുകളുണ്ട് ചില ആളുകൾ കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്, അല്ലാതെ അവരെ കാത്തിരിക്കുകയല്ല. നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവരെ എങ്കിൽ, ഒഴിവാക്കുകയാണ് അവരെ എങ്കിൽ, നിങ്ങളൊന്ന് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. അതൊന്ന് പുറത്ത് കിടക്കാനുള്ള വഴി തെളിയണമല്ലോ, അതാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കാണുന്നത് ഒരുപാട് പേരുടെ എനർജിയാണ് അല്ലേ. ഇതിൽ ഏത് എനർജിയാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നെഗറ്റീവായ മെസ്സേജാണ് ഇവിടെ കാണുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഞാൻ പറയും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രം നോക്കിയിട്ട് ബലം പറയുക അല്ലെങ്കിൽ വിപരീതമായിട്ട് വല്ലതൊക്കെ വിളിച്ച് പറയുക ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇവിടെ കിട്ടിയിരിക്കുന്ന ഇങ്ങനെ ഒരു എനർജിയാണ്. അതുപോലെയുള്ള ആരെങ്കിലും കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. വെള്ളത്തിലെ അപകടം പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്, ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്, എല്ലുകളുടെ പല്ലുകളുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ദഹനക്കേട് വന്നിട്ടുണ്ട്, ആന്തരാവയവങ്ങളിലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അമിത മദ്യപാനം, അമിത ചിന്തകൾ, ഇതെല്ലാം വന്നിട്ടുണ്ട്.
ജോലി വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട്, പോലീസിലെ പട്ടാളത്തിലെ ജോലികൾ പറയുന്നുണ്ട്, എഴുത്തുകാര് കലാകാരന്മാരെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ പറയുന്നുണ്ട്, ഹോട്ടൽ പറയുന്നുണ്ട്, പുതിയ എല്ലാ ജോലികളും പറയുന്നുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ വിവാഹ നിശ്ചയം വിവാഹമാണ്, പുതിയൊരു പ്രണയം വരുമെന്ന് പറയുന്നുണ്ട്, സന്ദേശങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ പിരിയാൻ നിൽക്കുന്നുണ്ട്, അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ സമീപിക്കുക, വാട്സപ്പിൽ വന്നാൽ മതി. ഒക്കെ തിരിഞ്ഞായിരിക്കുന്നത് വെരി സൂൺ. ഈ പ്രൈവറ്റ് റീഡിങ്ങിന് വരുമ്പോഴേ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വെക്കും. ഷഫിൾ ചെയ്യുമ്പോൾ അത് നേരെ ഇരിക്കില്ലല്ലോ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ചാൻസും കൂടി വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് നാമൊക്കെ ചൊല്ലിയിട്ടുണ്ടല്ലോ, താഴെ ഒരു കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഇനി റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രണയത്തിൻ്റെ ഭ്രാന്ത് ഏതൊക്കെ വഴിക്കാ ചിന്തിക്കുന്നത്. നിറഞ്ഞു കവിയുന്ന ആറ്റിലേക്ക് എടുത്തു ചാടാൻ വിധം തോന്നിക്കുന്നതാണ് പ്രണയം. അതിലേക്ക് എടുത്തു ചാടി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഈ വ്യക്തിക്ക് അറിയാം. മരിച്ചാലും വേണ്ടില്ല, എനിക്കിപ്പോൾ കാണണം എന്നാണ് അയാളുടെ ചിന്തയിലുണ്ടായിരുന്നത്. അത് ഒരു അഡിക്ഷനാണ്. ഇതെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പലരും പ്രൈവറ്റ് റീഡിങ്ങിന് വരുമ്പോൾ പറയുന്നതേ അതാണ്, എനിക്കവരെ മറക്കാൻ വയ്യ, എനിക്കവരെ കാണാതിരിക്കാൻ വയ്യ, എന്നോട് സംസാരിക്കുന്നില്ല, സംസാരിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ ചേച്ചി, അതിനെന്തെങ്കിലും മന്ത്രം ഉണ്ടോ ചേച്ചി എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനൊരു മന്ത്രവുമില്ല, മനസ്സിലാക്കുക. എങ്കിലും നമ്മൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചിലത് ജപിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു 50% അവരുടെ മനസ്സിന് വിട്ടുകൊടുക്കണം. 50% കാര്യം നടക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്കും വേണമെങ്കിൽ എല്ലാവരോടും പറയാമല്ലേ, ഒരുപാട് മന്ത്രങ്ങളൊക്കെ അറിയുന്ന ആളാണ്, വേണമെങ്കിൽ പൂജകളും അറിയുന്ന ആളാണ്. ഇത് ചെയ്തിട്ട് നിങ്ങൾക്കത് ഞാൻ മാറ്റിത്തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ ദൈവികമായ കാര്യങ്ങൾക്ക് വിപരീതമാണ്. അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്ത കേട്ടോ. അതിന് ദോഷഫലങ്ങളും ഉണ്ട്. മരണം മുന്നിലെത്തിയ ഒരാളെ സർപ്പം കടിക്കുകയാണ്. സർപ്പം കാലനാണ് അല്ലേ, അതിനാണ് കാലസർപ്പം എന്നൊക്കെ പറയുന്നത്. അത് വിഷവൈദ്യന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ വിഷവൈദ്യൻ്റെ വീട്ടിലെ ഒരാൾ മരിക്കും. അതുകൊണ്ടാണ് വിഷവൈദ്യന്മാരത് ചെയ്യാത്തത്. അതിനൊക്കെ ഓരോരോ രീതികളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പാടില്ലാത്തൊരു പങ്കാളിയെ ഞാൻ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ പങ്കാളിയവും നഷ്ടപ്പെടുക. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് യോഗമില്ലാത്തത്, ദൈവം തരാത്തത് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചാൽ അതിൻ്റെ ദോഷം നമ്മളാവും അനുഭവിക്കുക. അത് മനസ്സിലാക്കൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എൻ്റെ അടുത്ത് പ്രൈവറ്റ് റീഡിങ്ങിന് വന്ന ഒരു ലേഡി ഇന്നലെ ഒരു കമൻ്റ് ഇട്ടിരുന്നു. അവരുടെ ടാരോ റീഡിങ് നോക്കിയപ്പോൾ അഷ്ടമത്തിൽ ചൊവ്വ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അത് വേണമെങ്കിൽ അകന്നു പോവും എന്ന് നമുക്ക് പറയാം. ഇതല്ല, മരണവും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും മറ്റു കാർഡുകളും എല്ലാം കൂടി നോക്കിയപ്പോൾ ഇവർ മുന്നോട്ട് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ രണ്ടിലൊരാൾക്ക് ജീവാപായമാണ്. ഇത് ഞാൻ അവരോട് പറഞ്ഞു, ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, ഇവിടെ അങ്ങനെയാണ് കാണുന്നത്, പറ്റുമെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കൂ എന്ന് പറഞ്ഞതിനാണ് പ്രതികാരം കൊണ്ട് അവർ ഇന്നലെ വന്ന് താഴെ കമൻ്റ് ഇട്ടിരിക്കുക. ചേച്ചി ഞങ്ങളിൽ ഒരാൾ മരിക്കുന്നു പറഞ്ഞില്ലേന്ന്. പറഞ്ഞിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വിധി തീരുമാനിക്കാനൊന്നും സമയമായിട്ടില്ല അല്ലേ. നമ്മളിവിടെ കാണുന്നതാണ് പറയുന്നത്. ഇനി ബന്ധാണെങ്കിൽ വിവാഹേതര ബന്ധമാണ്, അതുകൂടി മനസ്സിലാക്കുക. രണ്ടുപേർക്കും കുടുംബമുണ്ട്, അയാൾക്കും കുടുംബമുണ്ട്, ഇവർക്കും കുടുംബമുണ്ട്. അതിനെ അനുവാദമില്ലാതെയാണ് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. രഹസ്യ കല്യാണമാണ് കഴിച്ചിരിക്കുന്നത്. അവരാണ് താഴെ വന്ന കമൻ്റ് ഇട്ട്. അല്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ രഹസ്യങ്ങളൊന്നും നമ്മളിവിടെ പറയാൻ പാടില്ല. പക്ഷേ അവർ മനഃപൂർവ്വം അവരെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടിയാണ് താഴെ വന്ന് കമൻ്റ് ഇട്ടത്. ചേച്ചിയല്ലേ പറഞ്ഞ് ഞങ്ങളിൽ ഒരാൾ മരിക്കുന്നു എന്ന് ചോദിച്ചത്. അപ്പോൾ അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ കാണുന്നതേ പറയുന്നുള്ളൂ. അവർ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ചെറിയൊരു തുക തരുന്നത് വാങ്ങി മിണ്ടാതിരിക്കുക വേണ്ടു അല്ലേ. ഇതിൻ്റെ അപകടം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ദോഷമില്ലാതിരിക്കാനാണ്. അവർക്കും 2 കുട്ടികളുണ്ട്, അയാൾക്കും 2 കുട്ടികളുണ്ട്. രണ്ടിലൊരാൾ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളാണ് അനുഭവിക്കുക. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ 2 കൊല്ലത്തോളമായിട്ടോ പ്രൈവറ്റ് റീഡിങ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഗാലക്സി തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ്. എന്നാൽ ഇന്ന് വരെ ഞാൻ ഒരാളുടെ ഡീറ്റെയിൽ ഒന്നും ഇവിടെ പറയാറില്ല. അവർ തന്നെ വന്ന് താഴെ കമൻ്റ് ഇട്ടു, ഞങ്ങളിൽ 2 ഒരാൾ മരിക്കുന്നു നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ബാക്കി ഞാനിവിടെ പറഞ്ഞതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ എന്നെ, എന്താണ് അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന്. അപ്പോൾ അവരായിട്ട് പറയിപ്പിച്ചതല്ലേ, ചിന്തിക്കൂ കേട്ടോ. ഇനി നമുക്ക് ഇതിന്ന് തേർഡ് പാർട്ടിയാണ് പറയുന്നത്. ലവ് യു എന്നാണ് പറയുന്നത്.
റീകൺസിലേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഐ മിസ് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ തന്നെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ, ഈ അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് വിപരീതമായിട്ടുള്ള ആളുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ മുന്നോട്ട് പോവുകയായിരിക്കുക. രണ്ടും ദോഷമുള്ള ജാതകമാണെങ്കിൽ ചേരും, അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകും. പക്ഷെ ഇവിടെ നോക്കിയതിൽ കണ്ടത് മുന്നോട്ട് പോവില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ജാതകമൊക്കെ പരിശോധിച്ച് ഇപ്പം എന്ത് ദശയാണെന്നൊക്കെ നോക്കി പല കാര്യങ്ങളും നോക്കാനുണ്ട്. അതിനുശേഷമാണ് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റൂ. ഇവിടെ കണ്ടത് പാടില്ല എന്നാണ്, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആർക്കും ആരെയും അങ്ങ് കല്യാണം കഴിക്കുക രഹസ്യമായിട്ട്, ആർക്കും ആരുടെ കൂടിയും ഫിസിക്കൽ ബന്ധം തുടരുക, ഇതൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ വലിയ വലിയ ആപത്തിനെയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. പാടുന്നവർ മാത്രമേ ചേരാൻ പാടൂ. അതിനാണ് ഈ വിവാഹത്തിലെ ചൊവ്വ എന്ന സംഗതി നോക്കുന്നത്. ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്ന് തന്നെയാണ് നോക്കുന്നത്. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഭഗവാനാണ് അല്ലേ 8ാമത്തെ പുത്രനായി ജനിച്ചത്. രോഹിണി നക്ഷത്രമാണ്. അമ്മാവൻ തട്ടിപ്പോവും എന്ന് തന്നെയാണ് പറയുന്നത്, രോഹിണി. അപ്പം അമ്മാവൻ്റെ കാലിനായിട്ടാണ് കുഞ്ഞ് ജനിച്ചത്. അതുപോലെ അത്തം അച്ഛൻ്റെ അര പിടിക്കില്ല എന്നറിയുക. കുട്ടി വളർന്ന് വലുതായി അച്ഛൻ്റെ അര പിടിക്കാറാവുമ്പോഴേക്കും അച്ഛൻ്റെ കാലം കഴിയുമെന്നറിയാം, കറുത്ത അത്തം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോന്ന് പറയുന്നത് സത്യമായി മാറാറുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അച്ഛനില്ലാത്തവരൊക്കെ ആയി മാറുന്നത്. അത് ജന്മകർമ്മത്തിൻ്റെ ബലം കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ടാരോയിൽ വിശ്വസിക്കുന്നു, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു, ഇത് കാണാനിരിക്കുന്നു? ഇത് വിപരീതമായി എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ദോഷമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇവിടെ പാടില്ല എന്ന് കണ്ടാൽ ഞാൻ പാടില്ല എന്ന് പറഞ്ഞു തരിക, ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. തുടർന്ന് പോവ് വേണ്ടേ, അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഇവിടെ ദോഷം കണ്ടപ്പോൾ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറമൊന്നും നമുക്ക് അഭിപ്രായമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക, പോസിറ്റീവായിരിക്കുക. നിങ്ങൾക്ക് അർഹത ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.